എൻ്റെ രക്ഷകൻ, നീ എൻ്റെ പാലകൻ, നീ എനിക്കഭയസ്ഥാനം. നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ പാലകൻ, നീ എനിക്കഭയസ്ഥാനം. നീറിയിടും വേളയിൽ നീ എനിക്കേകിടും സുഭാഷിതം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ. However, do not rejoice that the spirits submit to you, but rejoice that your names are written in heaven. യേശു ശിഷ്യന്മാരും അപ്പോസ്തലന്മാരുമായി തിരഞ്ഞെടുത്ത 12 പേർക്ക് പുറമെ കർത്താവിന്റെ അനുയായികളായി ഒരു വലിയ സംഘമുണ്ടായിരുന്നു. 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ച് താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു എന്നെഴുതിയിരിക്കുന്നു. അവർക്ക് നിർദ്ദേശങ്ങളും അധികാരവും കൊടുത്താണ് കർത്താവ് അയച്ചത്. ആ 70 പേർ കർത്താവിൻ്റെ അടുക്കൽ സന്തോഷത്തോടെ മടങ്ങി വന്നു. നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. കർത്താവ് അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുത്ത സന്ദേശമാണ് നാം വായിച്ചത്. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിൽ നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ വകയില്ല. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കേണ്ടതാകുന്നു. കർത്താവിൻ്റെ നാമം ഉപയോഗിച്ച് സാത്താനെ ജയിക്കുമ്പോൾ അതിൽ ശിഷ്യന്മാർ സന്തോഷിക്കരുത്. വിജയകരമായ സേവനത്തിനോ ആത്മീയ ശക്തിയുടെ പ്രകടനത്തിനോ ശേഷം ദൈവത്തിന് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളിലും ചിലർ അഹങ്കാരത്തോടെ മതിപ്പുളവാക്കുന്നു. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നിലും ബഹുമാനമെടുക്കുവാൻ ആരും തയ്യാറാകരുത്. എന്നാൽ നമുക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട്. കാരണം നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. ക്രിസ്തുവിൽ നമ്മുടെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കൃപയാൽ വിശ്വാസം മൂലം രക്ഷ പ്രാപിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. നിത്യമായ രക്ഷ നൽകി ദൈവം മക്കളാക്കി നമ്മുടെ പേരും സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്നാണ്. ജീവപുസ്തകത്തെക്കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരാമർശിച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 32:33 യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇരമ്യാവ് 17:13 എഴുതിയിരിക്കുന്നത്, എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വയ്ക്കും, അവർ ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ. ദാനിയേൽ 12:1 വായിക്കുന്നു, ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലമുണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. ഫിലിപ്പിയർ 4:3 പൗലോസ് എഴുതിയിരിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു എന്ന്. എബ്രായർ ലേഖനകർത്താവ് 12:23 എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വന്ന് നിത്യജീവൻ പ്രാപിക്കുന്നവരുടെ പേരുകൾ എഴുതുന്ന പുസ്തകമാണ് ജീവപുസ്തകം. ജീവപുസ്തകം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റേതാകുന്നു. ഈ ലോകത്തിലും വരുവാനുള്ള നിത്യരാജ്യത്തിലും സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കണം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? ഉറപ്പുവരുത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സന്തോഷിച്ച്
അവൻ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് ഘോഷിക്കും, ഇസ്രായേൽ ആനന്ദിച്ചിടും. അവൻ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് ഘോഷിക്കും, ഇസ്രായേൽ